പെരിയാർ കരകവിഞ്ഞു. മഹാദേവന് ആറാട്ട്. കോരിച്ചൊരിഞ്ഞ മഴയിൽ ആലുവ മണപ്പുറത്ത് പെരിയാർ കരകവിഞ്ഞൊഴുകി. മണപ്പുറത്തെ മഹാദേവന്റെ സ്വയംഭൂ വിഗ്രഹം മുങ്ങി ആറാട്ട് നടന്നു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ശിവക്ഷേത്രം വെള്ളത്തിനടിയിലാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ പടിക്കെട്ടുകൾ നിറഞ്ഞു കവിഞ്ഞ് വെള്ളമെത്തിയിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വെള്ളം മറികടന്നാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച രാത്രി തുടർച്ചയായി പെയ്ത മഴയിലാണ് ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. ആലുവ ശിവക്ഷേത്രത്തിൽ പ്രത്യേകമായ ആറാട്ട് പതിവില്ല. പെരിയാർ കരകവിഞ്ഞൊഴുകി സ്വയം ആറാടാറാണ് പതിവ്. ആറാട്ടോടനുബന്ധിച്ച് ഇന്ന് രാവിലെ പ്രത്യേക പൂജയും ശിവക്ഷേത്രത്തിൽ നടന്നു. പ്രകൃതിയൊരുക്കിയ മഹാദേവന്റെ ആറാട്ടു ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് മണപ്പുറത്ത് എത്തിച്ചേർന്നത്. ക്ഷേത്രം മുങ്ങിയതിനെ തുടർന്ന് മണപ്പുറത്ത് നടത്തിയിരുന്ന ബലിച്ചടങ്ങുകളും മറ്റും കരയിലേക്ക് മാറ്റിയിരുന്നു. ആലുവക്കാരെ സംബന്ധിച്ചിടത്തോളം ആണ്ടോടാണ്ടുള്ള ശുദ്ധികലശം കൂടിയാണിത്. ഏതാണ്ടൊരു ഉത്സവ ഛായയോടെ കൂട്ടം കൂട്ടമായി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇന്ന് നിരവധി ആളുകൾ ഈ വിസ്മയകരമായ കാഴ്ച കാണുവാനെത്തിയിരുന്നു. ചില വർഷങ്ങളിൽ 3-4 തവണ ഇത്തരത്തിൽ ക്ഷേത്രം ആറാടാറുണ്ട്. ഭൂതത്താൻ കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നതും ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. മണപ്പുറത്തെ ഹരിതവനവും പരിസരങ്ങളും വെള്ളത്തിനടിയിലായി. ആറാടിക്കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ആറാട്ട് പായസവും വിതരണം ചെയ്യുന്ന ചടങ്ങുണ്ട്. ആലുവ ശിവക്ഷേത്രത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണിത്.